ഞാൻ നിങ്ങളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ മറന്നുപോകുന്നു. അതിനാൽ എനിക്ക് വരേണ്ടി വരുന്നു നിങ്ങളോട് ഇത് പറയുവാനായി. സർവശക്തിയും നിങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നുവെന്ന്. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്നെ ആദരിക്കുന്നു, എന്നെ അന്വേഷിക്കുന്നു, എന്നിൽ നിന്നും ശക്തി യാചിക്കുന്നു, എല്ലാ ആഗ്രഹങ്ങളും എന്നിൽ സമർപ്പിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഭക്തിയിൽ ഒരു വിരോധവുമില്ല. എന്റെ വിരോധം ആ ഭാവത്തോടാണ്. അത് നിങ്ങളെ ദുർബലരാക്കി മാറ്റുന്നു. പരമാത്മാവിനോട് ഭക്തി വേണം, പക്ഷെ സ്വന്തം ആത്മാവിനെയും വിശ്വസിക്കേണ്ടതായുണ്ട്. കാരണം ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. ഓരോ നരനിലും നാരായണൻ ഉപസ്ഥിതനാണ്. പിന്നെ ഓരോ നാരിയിലും ലക്ഷ്മിയും. തിരിച്ചറിയൂ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നാരായണനെ. പിന്നെ മാറ്റിമറിക്കൂ ഈ കാലചക്രത്തെ. ഞാൻ പ്രസന്നനാകണമെങ്കിൽ എന്റെ അവതാരത്തിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. സംശയം ഉപേക്ഷിച്ച് നിങ്ങൾക്കുള്ളിലെ ഈശ്വരനെ കണ്ടെത്തൂ. അല്ലാത്ത പക്ഷം കല്ലിനെ പോലെ ജീവിക്കേണ്ടതായി വരും. രാധേ രാധേ.